നമ്മൾ വളരെ ഗൗരവമേറിയ ഒരു വിഷയം പഠിക്കുകയാണ്. ലേവ്യ പുസ്തകത്തിലെ ആദ്യത്തെ 5 അധ്യായങ്ങളും അതോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്ന പ്രമാണങ്ങളുമാണ് പഠിക്കുന്നത്. അതായത് ലേവ്യ യാഗങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. ഒരു സീരിയസ് ആയിട്ട് വളരെ ഗൗരവമേറിയ ഒരു പഠനമാണ് ലേവ്യ യാഗങ്ങൾ. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ വരച്ചു കാണിക്കുന്ന ഈ പഴയ നിയമ ഏടുകളിൽ വളരെ സൂക്ഷ്മതയോടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ നമ്മുടെ കർത്താവിൻ്റെ സൗന്ദര്യം, അവൻ്റെ നമുക്ക് വേണ്ടിയുള്ള പ്രവൃത്തികളുടെയൊക്കെ വിവിധ വശങ്ങൾ വളരെ വ്യക്തമായി കാണാനായിട്ട് കഴിയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മളങ്ങനെ പഠിച്ചും സന്തോഷിച്ചും ആസ്വദിച്ചും ഒക്കെ നമ്മൾ 3-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു. 3-ാമത്തെ അധ്യായത്തിൽ ഒരു ക്ലാസ് നമ്മൾ എടുത്തു. ഞാൻ രക്തചുരുക്കമായി ഓർപ്പിക്കട്ടെ, 5 യാഗങ്ങളാണ് ലേവ്യ പുസ്തകത്തിൽ. ഓരോ അധ്യായത്തിലും ഓരോ യാഗമാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ അധ്യായത്തിൽ ഹോമയാഗം, അതിൻ്റെ പേര് തന്നെ ഹോമയാഗം, അല്ലെങ്കിൽ അത് ബേൺഡ് ഓഫറിംഗ് എന്നാണ്. അതായത് ദഹനയാഗം, സമ്പൂർണമായി ദഹിച്ചു പോകുന്നത് കൊണ്ട് അതിനങ്ങനെ പേര് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ സമർപ്പണം, പിതാവായ ദൈവത്തോടുള്ള ബന്ധത്തിൽ അവൻ്റെ സമർപ്പണം നാം കണ്ടു. മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി തീർന്ന കർത്താവിനെ വരച്ചു കാണിക്കുകയാണ്. എത്ര മനോഹരമായിരുന്നു എന്ന് നമ്മൾ ഓർത്തു പോവുകയാണ്. അവൻ്റെ സമർപ്പണവും മരണവും മാത്രമല്ല, 2-ാം അധ്യായത്തിൽ വരുമ്പോൾ ഭോജനയാഗം, അല്ലെങ്കിൽ മീറ്റ് ഓഫറിങ്, മീൽ ഓഫറിങ്, സീരിയൽ ഓഫറിങ്, ഹീബ്രു ഭാഷയിൽ മിൻക എന്ന് പറയുന്ന റൂട്ട് വേർഡിൽ നിന്ന് ഗിഫ്റ്റ് ഓഫറിങ് എന്നും ആ യാഗത്തിന് പേര് പറയുന്നു. ദൈവപുത്രന്റെ ജീവിതം നമുക്ക് നൽകി, അത് ഈ ലോകത്തിൽ ജീവിച്ച കർത്താവിനെ വരച്ചു കാണിക്കുകയാണ് 2-ാമത്തെ യാഗമായ ഭോജനയാഗത്തിൽ. ഞാൻ ലളിതമായി ഓർപ്പിച്ചു, റോമലേഖനം 12-ാം അധ്യായത്തിൽ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി അർപ്പിക്കാൻ. മരിക്കുകയല്ല, എന്നാൽ ദൈവത്തിന് അർപ്പിച്ചു കൊടുക്കുകയാണ് സമ്പൂർണമായി. നമ്മൾ അവിടെ കാണുകയുണ്ടായി, അവിടെ ദൈവപുത്രന്റെ ജീവിതം വരച്ചു കാണിക്കുന്ന 2-ാമത്തെ യാഗത്തിൽ രക്തമില്ല, മാംസമില്ല, പക്ഷികളില്ല, അങ്ങനെയുള്ളതൊന്നും യാഗമായി അർപ്പിക്കുന്നില്ല. അടിസ്ഥാനപരമായി നേരിയ മാവും അതിൻ്റെ വിവിധ വശങ്ങളുമാണ് അർപ്പിക്കാനായിട്ട് ദൈവം ആവശ്യപ്പെട്ടത്. യേശുക്രിസ്തു ഈ ലോക ജീവിതത്തെ വരച്ചു കാണിക്കാൻ ഇതിൽ കൂടുതൽ മനോഹരമായ ഒരു വസ്തുതയില്ല. ഫൈൻ ഫ്ലവർ, യാതൊരു തരിയുമില്ലാത്ത, മറ്റു വിധത്തിൽ പറഞ്ഞാൽ അവൻ്റെ ക്യാരക്ടറിൽ ഒരു ഏറ്റക്കുറച്ചിലില്ലാതെ അവനൊരു ഒരു ഒരു പൂർണ്ണ, ഒരു പെർഫെക്റ്റ് മനുഷ്യൻ, ആത്മാവിൻ്റെ നിറവിൻ്റെ ബലങ്ങൾ ഒരുപോലെ നിറഞ്ഞു നിന്ന ഒരു ജീവിതം വരച്ചു കാണിക്കുകയാണ് ഈ നേരിയ മാവ്. ദൈവം അതിൽ എന്ത് ചേർക്കണം, എന്ത് ചേർക്കരുതെന്ന് കൽപ്പിച്ചപ്പോൾ എത്ര വിലയേറിയ സത്യങ്ങളാണ് ദൈവമോട് നമ്മൾക്ക് കൽപ്പിച്ചു തന്നത്. ഏതെല്ലാം പാത്രത്തിൽ അത് ചുട്ടെടുക്കണം, എങ്ങനെ ചുട്ടെടുക്കണം, നേരിയ മാവായിട്ട് അർപ്പിക്കാം, അത് തന്നെ കതിർ ചുട്ട മണിയായിട്ട് അർപ്പിക്കാം. ഇതിലൂടെയൊക്കെ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും പുനരുത്ഥാന ജീവിതവും നമുക്ക് ദാനമായി ദൈവം നൽകിയതിൻ്റെ മഹത്വം, മനോഹരത്വം നമ്മളെ പഠിപ്പിച്ചു. നമ്മൾ അത് കഴിഞ്ഞ് 3-ാമത്തെ യാഗത്തിലേക്ക് വന്നു, സമാധാന യാഗം. നമ്മൾ കണ്ടു, അതിൻ്റെ സ്ഥാനം തന്നെ 5 യാഗങ്ങളുടെ മധ്യത്തിൽ നിൽക്കുകയാണ്. യാഗങ്ങളെ പഠിക്കുമ്പോൾ നമ്മൾ കണ്ടു, ഭോജനയാഗത്തിൽ, ആദ്യത്തെ യാഗമായ ഹോമയാഗത്തിൽ ഒന്നും ശേഷിപ്പിക്കാതെ മുഴുവൻ ചാമ്പലായി തീരുമ്പോൾ, 2-ാമത്തെ യാഗം ഒരു കൈ നിറച്ച് മാവ് പുരോഹിതനെടുത്ത് നിവേദ്യമായി യാഗപീഠത്തിങ്കൽ അർപ്പിച്ച് ബാക്കി ഭാഗം പുരോഹിതന്റെ കുടുംബത്തിന് അവർക്ക് ഭക്ഷിക്കാൻ കൊടുക്കുകയാണ്. എന്നാൽ നമ്മൾ ഈ സമാധാന യാഗത്തിൽ കടന്നു വരുമ്പോൾ നമുക്ക് ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഇന്ന് നമ്മളത് കുറച്ചുകൂടെ വിശദമായി പഠിക്കും. സമാധാനം സ്ഥാപിച്ചതിൻ്റെ ചിത്രമാണ്. ആദ്യത്തെ 2 യാഗം കണ്ടോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൂർണ്ണ ജീവിതം, അവൻ്റെ സമ്പൂർണമായ സമർപ്പണം, മരണം, ഈ 2 ഫാക്റ്റ് നമുക്ക് സമാധാനം ഉളവാക്കി തന്നു. അതിൻ്റെ പ്രതീകമാണ് 3-ാമത് അത് കൽപ്പിച്ചത്, ഈ സമാധാന യാഗം. ഈ 5 യാഗങ്ങളുടെ മധ്യത്തിൽ അത് നമ്മൾ കണ്ടു. അതിൻ്റെ ഓർഡറിനോടുള്ള ബന്ധത്തിൽ നമ്മൾ ഓർക്കണം, ആദ്യത്തെ 2 യാഗം, ഹോമയാഗവും ഭോജനയാഗവും പൂർണ്ണത കാണിക്കുകയാണ്. ദൈവപുത്രന്റെ സമ്പൂർണമായ സമർപ്പണവും ദൈവപുത്രന്റെ പൂർണ്ണതയുള്ള ജീവിതവും, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ,
ആദ്യത്തെ 2 യാഗങ്ങളിൽ കണ്ടപ്പോൾ അവസാനത്തെ 2 യാഗങ്ങൾ പാപയാഗവും അകൃത്യയാഗവുമാണ്. അവിടെ മനുഷ്യൻ പാപം ചെയ്താൽ പാപത്തിന്റെ പരിഹാരത്തിന് അർപ്പിക്കുന്നു, അകൃത്യം ചെയ്താൽ അകൃത്യത്തിന്റെ പരിഹാരത്തിന് അർപ്പിക്കുന്നു. അപ്പോൾ ഒരു കാര്യം ഓർക്കുക, ആദ്യത്തെ 2 യാഗം ദൈവം ആഗ്രഹിക്കുന്ന പെർഫെക്ഷൻ, ജീവിതത്തിലുള്ള പെർഫെക്ഷനും ദൈവസന്നിധിയിൽ സമർപ്പണം, മരണത്തിലുള്ള പെർഫെക്ഷനും ദൈവപുത്രനെ വരച്ചു കാണിക്കുമ്പോൾ മാനവരാശി അവന്റെ ക്യാരക്ടറിനോട് അവരെ അനുരൂപരാക്കിയെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും ആഗ്രഹിക്കുന്നത് ആ ദിവ്യ സ്വഭാവമാണ്, അത് വളർത്തിയെടുക്കുവാൻ. എന്നാൽ അവസാനത്തെ 2 മനുഷ്യന്റെ ഇംപെർഫെക്ഷൻ, അവന്റെ പരാജയം, അവന്റെ പാപം, അവന്റെ അകൃത്യം, അത് ദൈവത്തിൽ നിന്ന് അവനെ അകറ്റുകയാണ്, ദൈവത്തോടുള്ള കൂട്ടായ്മ നഷ്ടപ്പെടുത്തുകയാണ്. ഈ 2 ഫാക്ടറിന്റെയും നടുക്ക് നോക്കുക, ആ പൂർണ്ണത ആദ്യത്തെ 2 യാഗങ്ങളിൽ. എന്നാൽ നമ്മൾ കണ്ടു പൂർണ്ണ അപൂർണത, മനുഷ്യന്റെ ബലഹീനത ഈ അവസാനത്തെ 2 യാഗത്തിൽ പറയുമ്പോൾ ഇതിന്റെ മധ്യത്തിൽ നിൽക്കുന്നു സമാധാന യാഗം. അവൻ നമ്മുടെ സമാധാനം നമ്മൾ കണ്ടു. അതായത് ഈ സമാധാന യാഗത്തിൽ നമ്മൾ പഠിച്ച ഒരു വിഷയം കൂടെ ഞാനൊന്ന് ഓർപ്പിച്ചു കൊള്ളട്ടെ. ആ നടുക്കത് നിൽക്കുമ്പോൾ ഇരുപക്ഷത്തെയും ഒന്നാക്കി സമാധാനം സ്ഥാപിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ, ദൈവത്തെ മനുഷ്യനെ തമ്മിൽ ഒന്നിപ്പിക്കുന്ന ദൈവത്തിന്റെ പുത്രൻ, അവരുടെ കരങ്ങൾ പിടിച്ച് യോജിപ്പിച്ച് മനുഷ്യന് സമാധാനം ഉണ്ടാക്കി കൊടുക്കുന്ന യേശുക്രിസ്തുവിനെയാണ് ഇവിടെ വരച്ച് കാണിക്കുന്നത്. നമ്മൾ യെശയ്യാ പ്രവാചനത്തിൽ നിന്ന് വായിക്കുകയുണ്ടായി. 57:20, 48:22 വളരെ വ്യക്തമായി ദൈവം പറഞ്ഞു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല, അവർ ഇളകി മറിയുന്ന കടൽ പോലെയാണ്, ചേറും ചെളിയുമായി മുകളിലോട്ട് തള്ളുകയാണ്. ലോക മനുഷ്യന് സമാധാനമില്ല, സമാധാന മാർഗം അവർക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവമക്കളെ ആ പൂർണ്ണ സമാധാനത്തിലേക്ക് കൊണ്ടുവന്നത് യേശുക്രിസ്തുവാണ്. നമ്മൾ കണ്ടു മീഖാ പ്രവചനം 5:5 അവൻ സമാധാനമാകും, പ്രവചനമാണ്. This one shall be peace. യേശുക്രിസ്തു അവൻ ബേത്ലഹേം പുരിയിൽ ജനിക്കുന്നു, അവൻ നമ്മുടെ സമാധാനമായി മാറും. വീണ്ടും നമ്മൾ കണ്ടു കൊലോസ്യർ 1:19-20 അവിടെ കണ്ടു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനമുണ്ടാക്കി. ഹി മെയ്ഡ് പീസ്, സമാധാനം ഉണ്ടാക്കുകയായിരുന്നു. എഫേസ്യർ 2:14 തൊട്ടുള്ള വാക്യം, അവൻ നമ്മുടെ സമാധാനം. എഫേസ്യർ 2:17 അവൻ സമാധാനം സുവിശേഷിച്ചു. യെശയ്യാ 9:6 അവന് കൊടുത്ത പേര് സമാധാന പ്രഭു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിനെ വരച്ചു കാണിക്കുന്ന മനോഹരമായ യാഗമാണ് മൂന്നാമത് പറഞ്ഞിരിക്കുന്ന സമാധാന യാഗം. അവിടെ നമ്മൾ വളരെ വ്യക്തമായി കാണുകയുണ്ടായി, അവിടെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിയുടെ ചുമതല വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് അതിൻ്റെ 1-ാം വാക്യത്തിൽ ഒരുവന്റെ വഴിപാട് സമാധാനമാകുന്നുവെങ്കിൽ അതിനെ കന്നുകാലിൽ ഒന്നിനെ അർപ്പിക്കണം, ആണാകട്ടെ പെണ്ണാകട്ടെ ഒരുവില്ലാത്തതിനെ അവൻ യഹോവയുടെ സന്നിധിയിൽ അർപ്പിക്കണം. അവൻ ഇൻഡിവിജ്വൽ അവരുടെ റെസ്പോൺസിബിലിറ്റി കാണിക്കുന്നു. 2-ാം വാക്യത്തിൽ നിന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവെക്കണം. മറ്റൊരാളല്ല, സമാധാനം ദൈവത്തോട് നിരപ്പ് പ്രാപിക്കാൻ കൊണ്ടുവരുന്ന വ്യക്തി അവൻ തന്നെ കൊണ്ടുവരണം. അവൻ അതിൻ്റെ ശിരസിൽ കൈവെക്കണം. അതിൻ്റെ വീണ്ടും 2-ാം വാക്യം, 8-ാം വാക്യം, 13-ാം വാക്യത്തിൽ അവൻ അതിനെ അറുക്കണം, അവൻ്റെ സ്വന്തം കൈകൊണ്ട് അതിനെ അറുക്കണം. ഇവിടെ നമ്മൾ കണ്ടു, അത് ഒരു ഇൻഡിവിജ്വൽ, ഒരു സ്വന്തമായ ഒരു വ്യക്തിയുടെ ചുമതല കാണിക്കുകയാണ്. നമുക്ക് സമാധാനം വേണോ? നമ്മൾ ഈ കർത്താവിനെ നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊള്ളണം. അവൻ ശിരസ്സുകൾ ആ യാഗമൃഗത്തിന്റെ മുകളിൽ വെക്കുന്ന പോലെ ഐ നീഡ് ടു ബി ഐഡന്റിഫൈഡ് വിത്ത് ദിസ് ബ്ലെസ്സഡ് ലോർഡ്. ഈ കർത്താവിനോട് ഞാൻ ഏകീഭവിച്ച് ഈ കർത്താവുമായിട്ട് ഞാൻ അഭേദ്യമായ ഒരു ബന്ധം എനിക്കുണ്ടാകണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഹൃദയം കൊണ്ട് അവനെ വിശ്വസിച്ച് വായ് കൊണ്ട് അവനെ ഏറ്റുപറയുമ്പോൾ അവൻ നമ്മുടെ സമാധാനമായി തീരും. അവൻ ചൊരിഞ്ഞ രക്തം നമുക്ക് സമാധാനമായി അത് തരികയാണെന്നുള്ളത് വളരെ വളരെ വ്യക്തമായി നമ്മൾ ഈ ഭാഗത്തിൽ നിന്ന് പഠിക്കുകയുണ്ടായി. അതോർത്ത് ദൈവത്തെ നമുക്ക് നന്ദിയുള്ള ഹൃദയത്തോടെ സ്തുതിക്കാം. എവിടെയാണ് ഈ യാഗം അർപ്പിക്കേണ്ടതെന്ന് ഒരു വാക്കൂടെ
നമുക്ക് പുതുതായിട്ടൊന്ന് ശ്രദ്ധിച്ച് നോക്കാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓടിച്ച് കഴിഞ്ഞ ആഴ്ച നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ 5 മിനിറ്റ് 6 മിനിറ്റ് എടുത്ത് ആ കാര്യം ഒന്ന് വിശദീകരിച്ചു. പഠിച്ച നമുക്കൊന്നുകൂടെ ഒരാവർത്തനമായി തീരുവാനായിട്ട് ദൈവം ഇടയാക്കി. പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം, പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം അതിൻ്റെ 42-ഉം 43-ഉം വാക്യം. ഞാൻ നിന്നോട് സംസാരിക്കേണ്ടതിന് നിങ്ങൾക്ക് വെളിപ്പെടുവാനുള്ള സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് വെച്ച് യഹോവയുടെ മുമ്പാകെ അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി നിരന്തര ഹോമയാഗമായിരിക്കണം. അവിടെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് വെളിപ്പെടും, അത് എൻ്റെ തേജസ്സിനാൽ ശുദ്ധീകരിക്കപ്പെടും. ദൈവം ഒരു കാര്യം പ്രത്യേകം വെളിപ്പെടുത്തി. എന്താ വെളിപ്പെടുത്തിയത്? ദൈവം പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മധ്യത്തിൽ വസിപ്പാൻ നിങ്ങൾ എനിക്ക് ഒരാലയം ഉണ്ടാക്കണം. ദൈവം ആശ്ചര്യമായി ശേഖന്ന ഗ്ലോറിയിൽ ഈ ഇറങ്ങി വന്ന് കെരൂബുകളുടെ നടുക്ക് വസിക്കുന്നുണ്ട്. ദൈവം വാസ്തവമായി അവിടെ ഉണ്ട്. ഇസ്രായേൽ മക്കൾ പാളയമടിച്ച് കിടക്കുമ്പോൾ അവരുടെ മധ്യത്തിലാണ് ഈ കൂടാരം ഉയർത്തിയിരിക്കുന്നത്. ദൈവ സാന്നിധ്യം അവിടെ ഉണ്ട്. അവന്റെ സന്നിധിയിൽ വേണം യാഗങ്ങൾ അർപ്പിക്കാൻ. ഇവിടെ നമ്മൾ 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിന്റെ അവസാനം യഹോവയുടെ സന്നിധിയിൽ അത് അർപ്പിക്കണം. മറ്റു വിധത്തിൽ പറഞ്ഞാൽ, ഈ ദൈവത്തിന്റെ സന്നിധി എന്ന് പറയുന്ന ഈ സമാഗമന കൂടാരത്തിന്റെ മുന്നിൽ അല്ലെങ്കിൽ ആ പ്രാകാരത്തിൽ കയറി ചെല്ലുമ്പോൾ ആദ്യ യാഗപീഠമുണ്ട്. അവിടെ അതിനെ അർപ്പിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ മുമ്പിൽ അതിനെ ആവശ്യപ്പെടുകയാണ്. നമ്മൾ ഓർക്കണം, ഇറ്റ് ഈസ് അപ്പോയിന്റഡ് പ്ലേസ് ഓഫ് മീറ്റിംഗ് ഗോഡ്. ദൈവത്തെ കണ്ടുമുട്ടുവാൻ ദൈവം കൽപ്പിച്ചാക്കിയ സ്ഥലമാണത്. ദൈവത്തോട് കമ്മ്യൂണിയൻ ആചരിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരു പാപിക്ക് ആ ഏക വാതിൽ സമാഗമന കൂടാരത്തിന്റെ അകത്ത് കടന്ന് അവിടെ യാഗമർപ്പിച്ച് ദൈവത്തോട് നിരപ്പ് പ്രാപിപ്പാനും സമാധാനമായിരിക്കാനും അവനോട് കൂട്ടായ്മ ആചരിപ്പാനും ആ യാഗവസ്തുവിന്റെ ചില ഭാഗങ്ങൾ ചില യാഗങ്ങളിൽ അവന് ഭക്ഷിപ്പാൻ കൊടുക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള മനോഹരമായ കൂട്ടായ്മയുടെ മനോഹരമായൊരു ചിത്രമാണ്. ഇവിടെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമ്മൾ ഓർക്കണം, നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ദൈവത്തെ എപ്പോഴും അർപ്പിക്കാം, സ്തോത്രങ്ങൾ അർപ്പിക്കാം, നമുക്ക് നന്ദി പറയാം, നമുക്കവനെ ആരാധിക്കാം, നമുക്കവനെ ഓർത്തുകൊണ്ടിരിക്കാം. എന്നാൽ പുതിയ നിയമത്തിൽ ആരാധന എന്ന് പറയുന്നത് ദൈവം ആഗ്രഹിക്കുന്ന ആരാധന സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ്. അത് നമ്മൾ കാണുന്നു. പുതിയ നിയമത്തിൽ ആദിമസഭ, ആ വീണ്ടെടുക്കപ്പെട്ട ദൈവജനം ഒന്നിച്ചുകൂടി നമ്മുടെ കർത്താവ് അവരോട് കൽപ്പിച്ചു, അപ്പവീഞ്ഞുകൾ എടുത്തു കൊടുത്തിട്ട് നിങ്ങൾ ഇതെന്നെ ഓർമ്മയ്ക്കായി ചെയ്യണം. ദൈവജനം ഒന്നിച്ചു വന്ന് ഓർക്കുകയാണ്. ദൈവജനം അത് അപ്പവീഞ്ഞുകളിലൂടെ കർത്താവിനെ ഓർക്കുമ്പോൾ അവർ അനുഭവിക്കുന്ന നന്മയുടെ ഓർമ്മ, ദൈവം ചെയ്ത നന്മകളുടെ ഓർമ്മ നമ്മൾ ഓർക്കണം. ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് കൂട്ടായ്മ, നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തെയും കാണിക്കുന്നു. ഞാൻ 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൽ ഒന്ന് കടന്നു വന്നോട്ടെ, തിരിച്ച് നമുക്ക് വരാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പുതിയ നിയമ സഭയുടെ ആരാധനയിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ അവർക്ക് ഒരു കാര്യം ഞാനിവിടെ ഓർപ്പിച്ചോട്ടെ. 1 കൊരിന്ത്യർ 10-ാം അധ്യായം എടുത്ത് അതിൻ്റെ 16-ഉം 17-ഉം വാക്യം വായിക്കുമ്പോൾ ഞാൻ എൻ്റെ ബൈബിളിൽ ഒരു വട്ടം കൊണ്ട് അതിനെ വേർതിരിച്ചു. നാം വി അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ കൂട്ടായ്മയല്ലോ. നാം വി മുറുക്കുന്ന അപ്പം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ കൂട്ടായ്മയല്ലേ. അപ്പം ഒന്ന് ആകൊണ്ട് പലരായ നാം ഒരു ശരീരമാകുന്നു, നാം എല്ലാവരും ആ ഒരേ അപ്പത്തിൻ്റെ അംശികളും ആകുന്നുവല്ലോ. നമ്മൾ നോക്കിയാട്ടെ, ഇവിടെ പൗലോസ് പറയുമ്പോൾ ആ സഭ കൂടി വന്ന് കർത്താവിനെ അപ്പവീഞ്ഞുകളിലൂടെ ആരാധിക്കുമ്പോൾ ആവർത്തിച്ച് പറയുന്നൊരു ഭാഗമാണ് നാം എന്ന പദം. എന്ന് പറഞ്ഞാൽ ആരാധനയ്ക്കുള്ള കൂട്ടായ്മ, ആരാധന നടത്തുമ്പോൾ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും തമ്മിൽ ബന്ധമുണ്ടെന്നുള്ളത് ഞാനിവിടെ ഓർപ്പിക്കുക. നമ്മൾ അന്യോന്യമുള്ള ഒരു ബന്ധവും ആ ദൈവത്തോടുള്ള ബന്ധവും, ഇത് ദൈവത്തിന്റെ ഭവനമാണ്. ദൈവത്തിന്റെ ഭവനമാണ്. നമ്മൾ തമ്മിലുള്ള ബന്ധവും ദൈവത്തോടുള്ള ബന്ധവും നമ്മൾ ഈ ആരാധനയിൽ പ്രകടമാക്കുന്നത് പോലെ പഴയ നിയമകാലത്തും ഈ യാഗങ്ങൾ അർപ്പിക്കുന്നത് അവർ ദൈവത്തിന്റെ മുമ്പിലാണ് അർപ്പിക്കുന്നത്. അത് നമുക്ക് ഇവിടെ മനസ്സിലാക്കുവാനായിട്ട് ഇടയാകും.
ഇതിന്റെ രക്തമെടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. രണ്ടാം വാക്യം ഒന്ന് വായിക്കാം. തന്റെ വഴിപാടിന്റെ തലയിൽ അവൻ കൈവച്ചു, സമാഗമന കൂടാരത്തിന്റെ വാതിൽക്ക് വെച്ച് അതിനെ അറുക്കണം. അടുത്ത ഭാഗം ശ്രദ്ധിക്കുക. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ അതിന്റെ രക്തം യാഗപീഠത്തിന്റെ ചുറ്റും തളിക്കണം. രക്തം പുരോഹിതന്മാരാണ് തളിക്കുന്നത്. നമ്മളത് അല്പമായി ഗൗരവത്തോടുകൂടെ ചിന്തിക്കണം. അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാരാണ് ഈ യാഗപീഠത്തിന്റെ ചുറ്റും തളിക്കുന്നത് രക്തം. നമ്മൾ ഇംഗ്ലീഷിൽ വായിച്ചാൽ അപ്പോൺ ദ ഓൾട്ടർ റൗണ്ട് അബൌട്ട്. അപ്പോൺ ദ ഓൾട്ടർ, ഈ യാഗപീഠത്തിന്റെ പുറത്തും ചുറ്റുമൊക്കെ ഈ ചോര തളിക്കുകയാണ്. പുരോഹിതനാണ് അത് ചെയ്യുന്നത്. നമ്മൾ ഓർക്കണം, നമ്മുടെ കർത്താവ് എബ്രായലേഖനം 9-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. സ്വന്തം രക്തത്താൽ മാത്രമല്ല, നമ്മൾ ചിന്തിച്ചു കൊലോസ്യർ 1:20 അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം സമാധാനമുണ്ടാക്കി, ദൈവത്തോട് നിരപ്പുണ്ടാക്കി. നമ്മൾ മാനവരാശിയെക്കുറിച്ച് ചിന്തിച്ച ഒരു വാക്യം ഞാൻ പറഞ്ഞോട്ടെ. കൊലോസ്യ ലേഖനം 1:21 നമ്മൾ വായിക്കുന്നുണ്ട്, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവർ. നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ഉദാഹരണമായിട്ട് കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞു, എൻ്റെ കൂടെയുള്ള ഒരു വ്യക്തിയോട് അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ഒരു വ്യക്തിയോട് ഞാനൊരു തെറ്റ് ചെയ്യുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും തെറ്റുകൾ ഞാൻ പറയുമ്പോൾ എൻ്റെ മനസ്സാക്ഷിയിൽ ഒരു പോറലേൽക്കും. ദുർമനസാക്ഷി. നമ്മൾ കൊലോസ്യർ 1:21 വായിക്കുന്നുണ്ട്, ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നു. നമ്മുടെ പ്രവൃത്തികൾ, പാപപ്രവൃത്തികൾ, പാപ സംസാരങ്ങളൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. ആരോ ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, നമ്മുടെ സ്വന്തം മനസ്സാക്ഷി നമ്മളെ കുറ്റം പറയും. സാത്താൻ പറയും ഇവൻ പാപം ചെയ്തു, ദൈവം പറയും ഇവൻ പാപം ചെയ്തു. നമ്മളൊന്ന് ആലോചിച്ചേ, നമ്മുടെ സ്വന്തം മനസ്സാക്ഷി നമ്മളെ കുറ്റം വിധിക്കുന്നു, സാത്താൻ നമ്മളെ കുറ്റം പറയുന്നു, ദൈവം നമ്മളെ കുറ്റം വിധിക്കുന്നു. 3 ഭാഗത്തു നിന്നും നമ്മൾ പാപം ചെയ്യുമ്പോൾ, അരുതാത്തത് പറയുമ്പോൾ, അരുതാത്തതിൽ ഏർപ്പെടുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിക്ക് വലിയ ആക്ഷേപം, വലിയ കുറ്റബോധം ഉണ്ടാക്കി തരും. എങ്ങനെ സമാധാനത്തോടെ കഴിയും? ഇതല്ലേ നമ്മൾ വായിച്ചത്? ദൈവം പറഞ്ഞു, വ്യക്തമായി ദൈവം പറഞ്ഞു, അങ്ങനെയുള്ള ഒരു മനസ്സാക്ഷിക്ക് സമാധാനമില്ല, ദുഷ്ടന്മാർക്ക് സമാധാനമില്ല. യെശയ്യാ 57:20 ദൈവം തീർത്തു പറഞ്ഞു, ദുഷ്ടന്മാർക്ക് സമാധാനമില്ലെന്ന് യഹോവ കൽപ്പിക്കുന്നു. ഒരിക്കലും സമാധാനത്തോടെ കഴിയാൻ സാധ്യമല്ല. എന്നാൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് എന്താണ്? 11-ാം അധ്യായത്തിൽ വായിക്കുന്നത് എന്താണ്? ആ ആ ആ ആ രക്തം നമ്മുടെ ഹൃദയത്തിൽ തളിച്ച്, നമുക്ക് വേണമെന്ന് വായിക്കാം. നമുക്ക് എബ്രായ ലേഖനത്തിൽ ആ വാക്കൊന്ന് വായിക്കാം. പുതിയ നിയമ ആരാധനയുടെ മഹത്വം കൂടെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നു. നമ്മളൊക്കെ എത്രയോ തെറ്റ് ചെയ്തു, നമ്മുടെ ജീവിതത്തിലൊക്കെ എത്രയോ പാപം കടന്നു വന്നു. നമ്മൾ അതിൻ്റെ അതിൻ്റെ എബ്രായ ലേഖനം, ഒരു മിനിറ്റ്, അതിൻ്റെ 10-ാം അധ്യായം അവിടെ ഇങ്ങനെ വായിക്കുന്നു. അതിൻ്റെ 19 തൊട്ടുള്ള വാക്യം, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തന്റെ ദേഹമെന്ന തിരശ്ശീലയിൽ കൂടെ നമുക്ക് പ്രദർശിച്ച ജീവനുള്ള പുതുവഴിയായി, അടുത്ത ഭാഗം നോക്കി, തന്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിലൊരു മഹാവിരോധനം നമുക്കുള്ളത് കൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും ശുദ്ധവെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായ വിശ്വാസത്തിന്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥ ഹൃദയത്തോടെ അടുത്ത് ചെല്ലുക. പാപം, ദുർമനസാക്ഷി നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുമ്പോൾ, കുറ്റബോധം തരുമ്പോൾ, സാത്താൻ നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ, ദൈവം നമ്മൾ കുറ്റം ചെയ്തുവെന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, നാം നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നെങ്കിൽ അവൻ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി ശുദ്ധീകരിക്കുന്നു. അതിനോട് ചേർത്ത് പറഞ്ഞു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മളെ ശുദ്ധീകരിക്കും. ക്ലെൻസത്ത് എന്നാണ് വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിലും നമ്മെ തന്റെ രക്തത്താൽ വിടുവിച്ചു എന്നുള്ളത് ഇംഗ്ലീഷിൽ ക്ലെൻസത്ത് എന്നാണ്. അത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. രക്ഷിക്കപ്പെട്ട ശേഷവും എന്തെല്ലാം പരാജയങ്ങളും തെറ്റുകളും പോരായ്മകളും ഒക്കെ നമ്മളിൽ വന്നു. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെങ്കിൽ എത്രയോ ആ മനസ്സാക്ഷിയിൽ ആക്ഷേപം നമുക്കുണ്ടാകും.
ദൈവസന്നിധിയിൽ എങ്ങനെ നിൽപ്പാൻ നമുക്ക് കഴിയും? കാരണം ദുർമനസാക്ഷി കൊണ്ട് മനസ്സുകൊണ്ട് അകന്നു പോകും. എന്നാൽ കോൺസ്റ്റന്റ്ലി അവന്റെ പുത്രന്റെ രക്തം നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ സ്വർഗത്തിൽ പിതാവിന്റെ വലത്ത് ഭാഗത്ത് അവൻ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുമ്പോൾ അവൻ സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് ആ രക്തം നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമ്മൾ കണ്ടു, ആ രക്തം പഴയ നിയമത്തിലും ആ സമാധാന യാഗത്തോടുള്ള ബന്ധത്തിൽ അപ്പോൺ ദ ഓൾട്ടർ ആൻഡ് റൗണ്ട് അബൌട്ട്, ആ യാഗപീഠത്തിന്റെ മുകളിലും ചുറ്റിലും അത് തളിക്കുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ വായിക്കുകയുണ്ടായി ദുഷ്ടന്മാരുടെ, ഞാൻ വീണ്ടും എടുത്ത് വായിക്കുന്നില്ല, പറഞ്ഞു പോവുകയാണ്. 57:20 യെശയ്യാവ് 57:20 ചേറും ചെളിയുമായി കലങ്ങി മറിയുന്ന മനസ്സ് പോലെയാണ് ദുഷ്ടന്മാരുടെ മനസ്സ്. എന്നാൽ നമുക്ക് ഒരു വാക്യം ഒന്ന് വായിക്കാം. വെളിപാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം നോക്കി. ദൈവത്തിന്റെ മുന്നിലും ഒരു കടലുണ്ട്. യെസ്, വെളിപാട് പുസ്തകം 4-ാം അധ്യായം. ഇതൊക്കെ ദൈവജനത്തിന്റെ ദൈവനിശ്വാസ്യത, അത് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്ന നോക്കട്ടെ. അതിന്റെ 6-ാമത്തെ വാക്യം, സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. ദൈവത്തിന്റെ സിംഹാസനത്തിന്റെ മുന്നിൽ ഒരു കടലുണ്ട്. ആ കടലിന്റെ വിശേഷണമാണ് കണ്ണാടിക്കൊത്ത. ഇവിടെ നമ്മൾ വായിക്കുന്നു, പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ. പളുങ്കിനൊത്ത, ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ്. ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ്, യാതൊരു തരിയുമില്ലാത്ത. നോക്കിയാട്ടെ, അതാണ് ദൈവസമാധാനം. അത് ഇളകി മറിയുന്നില്ലേ, യാതൊന്നും കൊണ്ടും അതിന് കോട്ടം വരുന്നില്ല, യാതൊന്നും ആ കടലിനെ മലിനപ്പെടുത്തുന്നില്ലേ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ആ കടല് ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെ ദൈവത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവ സമാധാനത്തിന്റെ ഒരു ചിത്രമാണ്. ഈ സമാധാനമാണ് കർത്താവ് നമുക്ക് നൽകിയത്. യോഹന്നാന്റെ സുവിശേഷം നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മുടെ കർത്താവ് യോഹന്നാൻ 14:27 പറഞ്ഞു, എന്റെ സമാധാനം, മൈ പീസ് ഐ ലീവ് ടു യു. ദുഷ്ടന്മാരുടെ മനസ്സ് ഇളകി മറിയുന്ന കടൽ പോലെ ചേറും ചെളിയുമായി അവരുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ മുകളിലോട്ട് പോകുമ്പോൾ ദൈവകൃപയിലേക്ക് പ്രവേശനം തന്ന എനിക്ക്, കൃപയാൽ ഞാൻ രക്ഷിക്കപ്പെട്ടെന്ന് മാത്രമല്ല, ദൈവകൃപയിലേക്ക് പ്രവേശനം നൽകി എനിക്ക് പരാജയങ്ങളുടെ പട്ടിക മാത്രമേ നിരത്തി വെക്കാനുള്ളൂ. എന്നാൽ അവന്റെ പുത്രന്റെ രക്തം എന്നെ ശുദ്ധീകരിച്ച് എൻ്റെ മനസ്സിന് സമാധാനം നൽകി. എബ്രായലേഖനത്തിന്റെ 10-ാം അധ്യായത്തിൽ നമ്മൾ വായിച്ചതുപോലെ അവന്റെ രക്തത്തിൽ ആശ്രയിച്ചിട്ട് നല്ല മനസ്സോടെ, നല്ല മനസ്സാക്ഷിയുള്ളവരായി, മറ്റു വിധത്തിൽ പറഞ്ഞാൽ ഈ ക്ലിയർ ക്രിസ്റ്റൽ ഗ്ലാസ് പോലെയുള്ള ഒരു മനസ്സിന്റെ ഉടമകളായി ദൈവസന്നിധിയിൽ അടുത്തു വരാൻ കഴിയും. ഈ സമാധാനമാണ് കർത്താവ് നമുക്ക് നൽകിയത്. എൻ്റെ സമാധാനം, മൈ പീസ്. കടൽ ഇളകി മറിയുമ്പോൾ ആ ബോട്ടിൽ അവൻ തലവെച്ച് ഉറങ്ങുകയാണ്. എങ്ങനെ കഴിയും? കർത്താവ് പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഞാൻ ഓർത്തുകൊണ്ടിരിക്കും, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നത്. ലോകത്തിന്റെ ചുറ്റും കണ്ണോടിച്ചാൽ അസ്വസ്ഥതയും അസമാധാനവും നമ്മളെ വേദനിപ്പിക്കുന്നതും നമ്മളെ ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ മാത്രമേ നമ്മുടെ ചുറ്റിലുള്ളൂ. എന്നാൽ ഒരു ദിവസം നമ്മൾ ഇതിൽ നിന്നെല്ലാം മോചനം പ്രാപിച്ച് പാപത്തിന്റെ സന്നിധിയിൽ നിന്ന് നമുക്കൊരു മോചനം തന്ന് അവന്റെ സന്നിധിയിൽ കടന്ന് ചെല്ലുന്നത് വരെ ആത്മീകമായി നമ്മുടെ ആത്മാവിൽ ആ സ്വസ്ഥത അനുഭവിച്ച് ജീവിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കും. ഈ ദിവസങ്ങളിൽ വളരെയധികം ഞാൻ ചിന്തിക്കുന്ന ഒരു വാക്കാണ്, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. നമ്മുടെ കർത്താവ് എല്ലാം അറിയും. നമ്മുടെ കർത്താവ് നമ്മളെ സഹായിക്കുന്നു. അവന്റെ പുത്രന്റെ രക്തം നമ്മളെ ശുദ്ധീകരിക്കുന്നു. കോൺസ്റ്റന്റ്ലി ക്ലെൻസത്ത് us, കീപ്പിംഗ് ഓൺ ക്ലെൻസിങ് us. നമ്മളെ ശുദ്ധീകരിച്ചു കൊണ്ടേ ഇരിക്കുന്നു. എന്നെ സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് അവനോട് ഏറ്റുപറഞ്ഞു കഴിഞ്ഞാൽ ദൈവസമാധാനം, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും കാക്കും. അതോർത്ത് ദൈവത്തെ സ്തുതിക്കണം. നമുക്കിനിയും ഒരു പഠനത്തിലേക്ക് പോവുകയാണ്. ഈ ലേവ്യ 3-ാം അധ്യായത്തിലെ സമാധാന യാഗത്തിൽ യാഗപീഠത്തിൽ എന്താണ് ദഹിപ്പിക്കേണ്ടത്? 1-ാം അധ്യായത്തിൽ ഹോമയാഗത്തിൽ നമ്മൾ കണ്ടു, സമ്പൂർണമായി അത് ദഹിപ്പിക്കുന്നു. അതുകൊണ്ട് അതിന് ബേൺഡ് ഓഫറിംഗ് എന്ന് പേര് കൊടുത്തു.
ദൈവത്തിന്റെ സമ്പൂർണ്ണ സമർപ്പണം, മരണത്തോളം, ക്രൂശിലെ മരണത്തോളമുള്ള അനുസരണം. 2-ാം അധ്യായത്തിൽ ഭോജനയാഗം, അവന്റെ ജീവിതം, അതിനെ ഓർപ്പിക്കുന്ന ഒരു കൈ നിറച്ച് മാവെടുത്ത് യാഗപീഠത്തിങ്കൽ കൊടുക്കുകയാണ് ആസ് എ മെമ്മോറിയൽ. എന്നാൽ ഇവിടെ എന്താണ് ദഹിപ്പിക്കേണ്ടത്? ഈ സമാധാന യാഗത്തിൽ എന്താണ് ദഹിപ്പിക്കേണ്ടത്? നമുക്ക് വായിക്കാം. 3-4 വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 3-ാം അധ്യായത്തിന്റെ 3-4 വാക്യം. അവൻ സമാധാന യാഗത്തിൽ നിന്ന് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടലിന്മേലിരിക്കുന്ന സകല മേധസ്സും മൂത്രപിണ്ഡം 2 അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടി കരളിന്മേലുള്ള വപയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മീതെ അത് ദഹിപ്പിക്കണം. അത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം. ദൈവത്തിന് സൗരഭ്യമുള്ള യാഗമാണെന്ന് പറഞ്ഞതിൽ 3-ാമത്തെ യാഗമാണിത്. എന്നാൽ ഇവിടെ ദഹിപ്പിക്കാൻ പറഞ്ഞത് എന്താ? നമ്മൾ അവിടെ കണ്ടോ? അവിടെ ദഹിപ്പിക്കാൻ പറഞ്ഞത് കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്, 2 മൂത്രപിണ്ഡം 2 കിഡ്നി 2, 3 അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്, ഫാറ്റ് വിച്ച് ഈസ് ഓൺ ദ ലോയിൻസ്, അരയുടെ അകത്ത് ചുറ്റും കാണുന്ന ആ കൊഴുപ്പ്, 4 കരളിന്മേലുള്ള വപ. എന്താണിതെന്ന് മനസ്സിലാക്കാനായിട്ട് അല്പം ബുദ്ധിമുട്ട് പണ്ഡിതന്മാരുടെ ഇടയിലുണ്ട്. കരളിന്മേലുള്ള വപ, ദ കോൾ എബവ് ദ ലിവർ, എബവ് ദ കിഡ്നി എന്നും ഒക്കെ ഭാഷാന്തരം ചെയ്തിട്ടുണ്ട്. അതിന് പറയുന്നത്, ചിലർ പറയുന്നത്, അതായത് കരളിൻ്റെ ഒരു കീഴ്ച്ചെവിയുണ്ട്, ലോബ്സ് ഓഫ് ലിവർ, അതായിരിക്കാം എന്ന് പറയുന്നുണ്ട്. ചിലർ ചിന്തിക്കുന്നു മിഡ്രിഫ് അതിൻ്റെ അടിയിൽ കാണപ്പെടുന്ന വസ്തുതയാണെന്ന്. മറ്റു ചിലർ ചിന്തിക്കുന്നു ഇത് ഗാൾ ബ്ലാഡറാണ്, കട്ടാണെന്ന് ചിന്തിക്കുന്നു. അതായിരിക്കില്ല. ഏതായാലും ഒരു കാര്യം ഒന്ന് ഓർക്കുക, ഇവിടെ നമ്മൾ വായിക്കുന്നത് 3-4 വാക്യത്തില് ഒരു യാഗമൃഗത്തിന്റെ അകത്തുള്ള കൊഴുപ്പുകളും കിഡ്നിയും. മറ്റു വിധത്തിൽ പറഞ്ഞാൽ ദിസ് ഈസ് ദ റിച്ചസ്റ്റ് പാർട്ട് ഓഫ് ആൻ ആനിമൽ. പുരാതന കാലത്ത് ഒരു യാഗവസ്തുവിന്റെ ഏറ്റവും വലിയ കൊഴുപ്പെന്ന് പറയുന്നത് അതിന്റെ ഫാറ്റ് തന്നെ. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ദ റിച്ചസ്റ്റ് പാർട്ട്. നമുക്ക് പുറപ്പാട് പുസ്തകം 29-ാം അധ്യായം കൂടെ ഇതോട് ചേർത്തൊന്ന് വായിക്കാം. പുറപ്പാട് 29-ന്റെ 13-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 29-ന്റെ 13-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു. ക്ഷമിക്കണേ, ഞാനിന്റെ പുറപ്പാട് പുസ്തകം 29-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം നമുക്ക് ചേർത്തൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ വായിക്കുന്നു: കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും ഒക്കെയും കരളിന്മേലുള്ള വപയും മൂത്രപിണ്ഡം 2 അവിടെയുള്ള മേധസ്സും എടുത്ത് യാഗപീഠത്തിന്മേൽ വെച്ച് ദഹിപ്പിക്കണം. ഇവിടെ ഈ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഒരു പ്രസ്താവനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു, ദീസ് ആർ ദ റിച്ചസ്റ്റ് പാർട്ട് ഇൻസൈഡ് ദ ആനിമൽ. നമുക്കറിയാം, ഒരു കണ്ടാൽ തന്നെ ഒരു 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 നല്ല ഒരു മൃഗമെന്ന് പറയുന്നത് തിരുവചനത്തിൽ വായിക്കുന്നു തടിപ്പിച്ച കളക്കിടാവ്, തടിപ്പിച്ച ഫാറ്റഡ് കാഫ് എന്നാണ്. ഫാറ്റഡ് കാഫ്, ഒരു തടിപ്പിച്ച അല്ലെങ്കിൽ കൊഴുത്ത് നിൽക്കുന്ന ഒരു യാഗമൃഗത്തെ അറുത്താൽ അതിൻ്റെ ഉള്ളിൽ ഈ ഫാറ്റുകൾ കാണും. അതിൻ്റെ ഉള്ളിൽ ഈ ഫാറ്റുകൾ കാണും. മെലിഞ്ഞു നിൽക്കുന്ന എന്ന് പറഞ്ഞാൽ ഒരു 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 ഫാറ്റ്, ഒരു മെലിഞ്ഞു നിൽക്കുന്ന പശുക്കളെ ശ്രദ്ധിച്ചാൽ അല്ലെങ്കിൽ ഒരു മൃഗത്തെ അറുത്താൽ അതിൻ്റെ ഉള്ളിൽ അധികം ഫാറ്റ് കാണത്തില്ല. ഇത് പ്രകൃതി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഓർക്കുക. ഇതിന് ഇനിയും ഈ ഒരു വാക്യം കൂടെ ഒന്ന് വായിച്ചേക്കാം. ഡ്യൂട്രോണമി ആവർത്തനം 32-ന്റെ 14 എന്ന് വയ്ക്കാട്ടെ. ദഹിപ്പിക്കേണ്ട വസ്തുക്കളെ കുറിച്ച് നമ്മൾ ഓർക്കുകയാണ്. ആ യാഗപീഠത്തെങ്കിൽ ദൈവത്തിന് സൗരഭ്യമായി മാറുന്ന ആ വസ്തുത ഈ സമാധാന യാഗത്തിൽ ആവർത്തനം 32-ന്റെ 14-ാമത്തെ വാക്യം. 32-ന്റെ 14-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെയാണ് വായിക്കുന്നത്: പശുക്കളുടെ വെണ്ണയെയും ആടുകളുടെ പാലിനെയും ആട്ടിൻകുട്ടിയുടെ മേധസ്സിനെയും ബാശാനിലെ ആട്ടുകൊറ്റന്മാർ കോലാട്ടുകൊറ്റലിലെ കോതമ്പിന്റെ കാമ്പിനെയും അവന് കൊടുത്തു. കോതമ്പിന്റെ കാമ്പ്, ആ വാക്ക് ഇംഗ്ലീഷിൽ എങ്ങനെയാണെന്നറിയാമോ? കോതമ്പിന്റെ കാമ്പ്. ദ ഫാറ്റ് ഓഫ് ദ കിഡ്നീസ് ഓഫ് വീറ്റ്. ദ ഫാറ്റ് ഓഫ് ദ കിഡ്നീസ് ഓഫ് വീറ്റ്.
ഗോതമ്പിന്റെ കാമ്പെന്ന് പറയുന്നത് എക്സ്പ്രസ് ചെയ്യുന്നത് the highest degree of riches in the wheat. ഒരു ഗോതമ്പിൽ കാണുന്ന ഏറ്റവും ഉന്നതമായ ഭാഗത്തിനാണ് ഗോതമ്പിന്റെ കാമ്പെന്ന് പറഞ്ഞിരിക്കുന്നത്. ഗോതമ്പിന്റെ കാമ്പ്, that is a richest part. ആ വീറ്റിനകത്തുള്ള റിച്ചസ്റ്റ് പാർട്ടാണ്. അതിന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് the fat of the kidneys of wheat. ആ വീറ്റിന്റെ കിഡ്നി എന്ന് പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ഓർത്താട്ടെ, അതിന്റെ റിച്ചസ്റ്റ് പോർഷനെയാണ് അത് കാണിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെയും ഈ റിച്ചസ്റ്റ് പോർഷനെയാണ് എടുത്തു പറഞ്ഞത്. സമാധാന യാഗത്തിൽ ദൈവത്തിന് സൗരഭ്യമായ യാഗപീഠത്തിൽ അർപ്പിക്കുന്നത് റിച്ചസ്റ്റ് പാർട്ടാണ്. എന്താണിത് ദൈവപുത്രനിൽ നമുക്ക് കാണാൻ കഴിയുന്നത്? നമുക്ക് പുറത്ത് നോക്കിയാൽ കാണത്തില്ല. ആ യാഗമൃഗത്തിന്റെ ആന്തരികമായ ഹൃദയത്തോട് ചേർന്നിരിക്കുന്ന ആഴത്തിൽ കാണപ്പെടുന്ന വസ്തുതകളാണ് ഈ ഫാറ്റും ഈ പറഞ്ഞിരിക്കുന്ന വസ്തുതകൾ. അതെന്തിനെ കാണിക്കുന്നു? എന്തിനെയാണ് കാണിക്കുന്നത്? അതിൻ്റെ അകത്തുള്ള കൊഴുപ്പ്, ആ ആന്തരികമായ പുറത്തു നിന്ന് നോക്കിയാൽ കാണാൻ സാധ്യമല്ല അകത്തുള്ള കൊഴുപ്പ് ആ യാഗമൃഗത്തിന്റെ എനർജിയെ കാണിക്കുകയാണ്. മറ്റു വിധത്തിൽ പറഞ്ഞാൽ കർത്താവിൻ്റെ അകത്തുള്ള എമോഷൻസ്, every deep affection, every emotion, everything that love could feel, all that desire could yearn over was presented by him to the Father in the tower when he became our peace. നമ്മുടെ സമാധാനമായി ദൈവപുത്രൻ ക്രൂശിൽ മരിക്കുമ്പോൾ അവന്റെ ഹൃദയത്തിലുള്ള എല്ലാ വികാരങ്ങളും, അവന്റെ ഹൃദയത്തിലുള്ള എല്ലാ എമോഷനും, അവന്റെ ഉള്ളിലെ സ്നേഹത്തിന് സ്പർശിക്കാൻ കഴിയുന്ന സകലതും അവൻ എന്ത് ചെയ്തു? പിതാവിന് അർപ്പിച്ചു കൊടുത്തു. ആ മരണമൊന്ന് ശ്രദ്ധിച്ചേ. ദൈവപുത്രന്റെ ആന്തരികമായ എമോഷൻ, ആ വികാരം, അതിൻ്റെ അഫെക്ഷൻ, അതിൻ്റെ സ്നേഹം, അതൊക്കെ പിതാവിന് കൊടുക്കുകയാണ്. അവന്റെ അകത്തെ കൊഴുപ്പ് മുഴുവൻ, എവറിത്തിങ് ഇൻസൈഡ്, നോട്ട് ഫോർ മീ ബട്ട് ഫോർ മൈ ഫാദർ. എൻ്റെ ഇഷ്ടമല്ല പിതാവേ, നിന്റെ ഇഷ്ടം. അവൻ സമ്പൂർണമായി ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ വിശുദ്ധ ന്യായപ്രമാണം അവൻ നിർവഹിച്ചു. അവൻ ഓരോ വാക്കുകളും അനുസരിച്ചു. ന്യായപ്രമാണം പറഞ്ഞത്, ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകളെ അനുസരിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകളെ അനുസരിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. പിതാവിൻ്റെ സ്നേഹത്തിൽ അവൻ വസിച്ചത്, ആ പിതാവ് കൽപ്പിച്ചത് അത് അണുവളവ് വിടാതെ അവൻ അനുസരിച്ചുകൊണ്ടാണ് ആ സ്നേഹം അവനോട് കാണിച്ചത്. അതെ, പിതാവിനെ അവൻ ബഹുമാനിക്കുകയും അവൻ്റെ ഓരോ ചുവടുകളിലും പിതാവിൻ്റെ ഇഷ്ടം ആരാഞ്ഞിട്ട് അവൻ ചെയ്തു കൊടുക്കുമ്പോൾ അതിനെ നമുക്ക് മനസ്സിലാക്കി തരുവാൻ ദൈവം പറയുകയാണ്, ആ സമാധാന യാഗത്തിൻ്റെ അകത്തെ കൊഴുപ്പ് മുഴുവൻ എനിക്ക് സൗരഭ്യമായി യാഗപീഠത്തിൽ അർപ്പിക്കണം. The richest part in that animal is that is inside that we cannot see. നമുക്ക് കാണാൻ കഴിയുന്നില്ല. എൻ്റെ കർത്താവിൻ്റെ മഹത്വം ഞാനിവിടെ കാണുകയാണ്. യെസ്, സീ ദ ബ്യൂട്ടി ഓഫ് അവർ ബ്ലെസ്സഡ് ലോർഡ്. നമ്മുടെ കർത്താവിൻ്റെ മഹത്വം, അവൻ്റെ ശ്രേഷ്ഠത, അവൻ്റെ ഉള്ളിലെ ആ മഹത്വം, സൗന്ദര്യം പിതാവ് ആസ്വദിച്ചത് നമ്മൾ കാണുകയാണ്. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗമാണ്. പിതാവിനെ സമ്പൂർണമായി കൊടുത്തു. നമ്മൾ ഓർക്കണം, ഇനി യാഗപീഠത്തിൽ ഈ കൊഴുപ്പ് അർപ്പിക്കുമ്പോൾ മറ്റൊരു കാര്യം ഓർക്കുന്നു, അത് വേറൊരു വസ്തുവായി മാറത്തില്ല. യാഗപീഠത്തിൽ ചൂടാണ്, തീയാണ്, അത് കത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും? ആ കൊഴുപ്പിനെ ദഹിപ്പിച്ച് കളയുകയല്ലാതെ ഒന്നിൽ നിന്നും മറ്റൊരു വസ്തുവിലേക്ക് അത് മാറത്തില്ല. ഇറ്റ് ഈസ് അൺചേഞ്ച്ഡ്. ഇറ്റ് വിൽ നോട്ട് ചേഞ്ച്. യേശു ക്രിസ്തു ക്രൂശിൽ അനുഭവിച്ച മരണം, ആ വേദന, ഭയാനകമായ മാനസികവും ശാരീരികവുമായ വ്യഥകൾ അവൻ അനുഭവിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം, ഒരിക്കലും അവൻ്റെ ഈ സ്നേഹവും സമർപ്പണവും അവൻ്റെ ഉള്ളിലെ വികാരവും ഒക്കെ ഒരിക്കലും മാറ്റിക്കളയാൻ കഴിഞ്ഞില്ല, ചൂടുകൂട്ടാൻ കഴിഞ്ഞു. അവൻ അവിടെ കത്തി ദഹിച്ചു പോവുകയായിരുന്നു. ഇവിടെ നമ്മോടുള്ള ബന്ധത്തിൽ ഒരു കാര്യം ഞാൻ ഓർപ്പിച്ചു കൊള്ളട്ടെ, ദൈവം നമ്മുടെ ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യും. നമുക്ക് ഒരു വാക്യം സങ്കീർത്തനങ്ങളിൽ നിന്ന് വായിക്കാം. സഹോദരന്മാരെ, പ്രായോഗികമായി
ദൈവം നമ്മളെ തൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാക്കുവാൻ ശ്രമിക്കുകയാണ്. ഈ ഭാഗം ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ സങ്കീർത്തനങ്ങൾ 7:9 വാക്യം നമുക്ക് നോക്കാം. അവിടെ നീതിമാനെ ദൈവം എന്ത് ചെയ്യുന്നു? സങ്കീർത്തനം 7:9 അതിൻ്റെ സെക്കൻഡ് പാർട്ട്, ആ 9 വാക്യത്തിന്, നീതിമാനായ ദൈവം ഹൃദയങ്ങളെയും അന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്നു. For the righteous God tests the hearts and minds. ദൈവം ഹൃദയത്തിന്റെ ചിന്തകളെയും ഉദ്ദേശങ്ങളെയൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കും. നീതിമാനെ ശോധന ചെയ്യും. യെസ് സഹോദരന്മാരെ, നമ്മുടെ കർത്താവ് ആ വിധത്തിൽ കടന്നുപോയപ്പോൾ അവിടെയും അവൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയതുപോലെ ഞാനൊരു കാര്യം ഓർപ്പിച്ചോട്ടെ. ഏറ്റവും വലിയ കൽപ്പന എന്താ? ഏറ്റവും വലിയ കൽപ്പന മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം നോക്കട്ടെ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായം. അവിടെ നമ്മൾ കാണുന്നുണ്ട് 12-ാം അധ്യായത്തിന്റെ 29 തൊട്ടുള്ള വാക്യം. അതിന് യേശു എല്ലാറ്റിലും മുഖ്യ കൽപ്പനയോ, ഇസ്രായേലേ കേൾക്കാം, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം എന്നാകുന്നു. ഓൾ ഹാർട്ടഡ് ലവ്. വണ്ടർഫുൾ. എത്ര അത്ഭുതമാണ്! ദ ഹോൾ ഹാർട്ടഡ് ലവ്. യേശുക്രിസ്തുവിന്റെ സമ്പൂർണമായ ഈ വചനം ഇതുപോലെ നിവർത്തിക്കപ്പെട്ട ഏക വ്യക്തി നമ്മുടെ കർത്താവ് മാത്രമാണ്. നിന്റെ ദൈവമായ യഹോവേ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ ആത്മാവോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ശക്തിയോടുകൂടെ സ്നേഹിക്കുക. അതാണ് ഈ കൊഴുപ്പ് മുഴുവൻ അവിടെ കൊടുക്കാനായിട്ട് പറഞ്ഞതിൻ്റെ കാരണം. ഞാൻ പറയട്ടെ, ആ സ്നേഹം അതുപോലെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ നമ്മുടെ ഓരോ പ്രവൃത്തിയിലും അത് പ്രകടമാക്കും. ഉദാഹരണമായിട്ട് ഇസ്രായേൽ മക്കളുടെ ചരിത്രം ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. അവർ മലാഖിയുടെ പുസ്തകത്തിൽ വരുമ്പോൾ അവർ എന്തിനാണ് കണ്ണുപൊട്ടിയതിനെ മുടന്തുള്ളതിനെയൊക്കെ കൊടുത്തത്? It reflected their mind. It reflected their emotions to God. ദൈവത്തോടുള്ള ബന്ധത്തിൽ അവരുടെ വികാരങ്ങൾ, എമോഷന്, സ്നേഹം, അനുസരണമൊക്കെ എങ്ങനെയാണെന്ന് പ്രകടമാക്കി. ദൈവത്തിന് എന്തും മതി. നല്ല മൃഗങ്ങൾ ഞങ്ങൾക്ക് മാർക്കറ്റിൽ കൊണ്ട് വിറ്റ് പണമുണ്ടാക്കാം. They lost their appreciation of their God. അവരുടെ ദൈവത്തോടുള്ള അവരുടെ അപ്രീസിയേഷൻ മാറിപ്പോയി. അപ്പോഴാണ് എന്തും ദൈവത്തിന് മതി എന്നുള്ളൊരു സ്ഥിതിയിലേക്ക് മാറിയത്. എന്നാൽ ആ സ്നേഹം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ. അത് പൂർണ്ണമായ സ്നേഹം, ദൈവത്തോടുള്ള സ്നേഹം, ആ സമർപ്പണം, ആ എമോഷനൊക്കെ നിൽക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർക്കണം. ഈ ദൈവത്തെ നമ്മൾ എത്രയധികം സ്നേഹിക്കുകയും സേവിക്കുകയും ചെയ്യും. ഒന്നും നമുക്ക് ഒരു തടസ്സവുമായിരിക്കില്ല. ഇന്ന് പറയുന്ന തടസ്സങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്തെല്ലാം തടസ്സങ്ങളായില്ലേ? നമ്മൾ എന്തെല്ലാം തടസ്സം പറയും. ഒരു യോഗത്തിന് പോകാൻ തന്നെ എന്തെല്ലാം തടസ്സം. ആ ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ ആളിക്കത്തുകയാണെങ്കിൽ ഞാൻ എടുക്ക് പറയുന്നില്ല, വെളിപ്പാട് ദിവസം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയ്ക്ക് കർത്താവ് എഴുതുമ്പോൾ കർത്താവ് പറഞ്ഞു, എല്ലാം നിനക്കുണ്ട്, പക്ഷേ ഒരു കുറവുണ്ട്, നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു. അത് തിരിച്ചു കൊണ്ടുവരാൻ എന്താ കർത്താവ് പറഞ്ഞത്? നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഡു ദ ഫസ്റ്റ് വർക്ക്. സ്നേഹം തിരിച്ചു കൊണ്ടുവരാൻ ആദ്യത്തെ പ്രവൃത്തി ചെയ്യാനും. അതെ, ബിക്കോസ് സ്നേഹമുണ്ടെങ്കിൽ, ദൈവത്തോട് ആ സമർപ്പണമുണ്ടെങ്കിൽ അതിനൊരു പ്രവൃത്തിയുണ്ട്. ഒരു വിവാഹം കഴിക്കുമ്പോൾ ആദ്യ നാളുകളിൽ എന്തെല്ലാം എമോഷനാണ് ആ മണവാളന്റെയും മണവാട്ടിയുടെയും ഉള്ളിലുള്ളത്. അവരുടെ വികാരം നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ഭാര്യ എന്തെങ്കിലും വേണമെന്ന് മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഭർത്താവ് എന്തെങ്കിലും വേണമെന്ന് മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ചായ എന്ന് മുഴുവൻ പറയണ്ട. അതിനു മുമ്പ് ആ ചായ മുന്നിൽ വരും. എന്താ കാരണം? ആ ഹൃദയത്തിൽ ആ സ്നേഹം നിറഞ്ഞു നിൽക്കുകയാണ്. അതാണ് ആദ്യ സ്നേഹം. കർത്താവ് പറഞ്ഞു, ഇതിന് ഒരു 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 പ്രവൃത്തിയുണ്ട്. ഈ പ്രവൃത്തി ആ എമോഷനെ കൊണ്ടുവരും. ഇത് തമ്മിൽ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതുകൊണ്ടാണ് ആ സഭയ്ക്ക് വെളിപാട് ദിവസം 2-ാം അധ്യായത്തിൽ എഫെസോസ് സഭയോട് കർത്താവ് പറഞ്ഞു, നിന്റെ ആദ്യ സ്നേഹം വിട്ടു, അത് തിരിച്ചു കൊണ്ടുവരാൻ നിന്റെ ആദ്യത്തെ പ്രവൃത്തി ചെയ്യുക. ഞാൻ ഇപ്പോൾ അത് വേണ്ടിയതല്ല. എന്നാൽ ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ.
ഞാൻ വായിച്ചത് മനസ്സിൽ നിന്ന് മായാതെ നിൽക്കുന്ന ഒരു സംഭവമുണ്ട്. ഒരു ഭാര്യ ഭർത്താക്കന്മാർ അവര് തമ്മിൽ പ്രശ്നമായി. പാശ്ചാത്യ രാജ്യത്തിലാണ്. അവര് തമ്മിൽ പ്രശ്നമായി. ഭാര്യ തീരുമാനിച്ചു ഇവനെ ഉപേക്ഷിക്കുക, എനിക്കിവനെ വേണ്ട. അവിടെ സഹോദരനോട് പറഞ്ഞു എനിക്കിവനെ ഉപേക്ഷിക്കണം. പക്ഷെ ആ സഹോദരൻ ഒരു ആത്മീയനായിരുന്നു. അദ്ദേഹം തൻ്റെ സഹോദരിയോട് പറഞ്ഞു, നിനക്ക് ജീവിക്കാൻ വയ്യായെങ്കിൽ ഉപേക്ഷിച്ചോ, പക്ഷെ നീ ഒരു കാര്യം ചെയ്തിട്ടേ ഉപേക്ഷിക്കാവൂ. അവന് വേണ്ടതൊക്കെ നീ ചെയ്തു കൊടുക്കണം. 1 മാസത്തേക്ക് അവന് ഇഷ്ടമുള്ള ഭക്ഷണം നീ വെച്ചു കൊടുക്കണം. അവൻ്റെ ഡ്രസ്സൊക്കെ നീ ഭംഗിയായി വെച്ചു കൊടുക്കണം. അവൻ്റെ ഷൂസൊക്കെ പോളിഷ് ചെയ്ത് കൊടുക്കണം. അവന് വേണ്ടിയതെല്ലാം നീ ചെയ്തു കൊടുത്തിട്ട് നിന്നെ കൂടാതെ അവന് ജീവിപ്പാൻ കഴിയില്ല എന്നൊരു സാഹചര്യം വരുമ്പോൾ നീ അവനെ ഉപേക്ഷിക്കണം. എന്നാലേ നിന്റെ വില അവൻ മനസ്സിലാക്കിയുള്ളൂ. സഹോദരി സമ്മതിച്ചു, അങ്ങനെ ചെയ്യാം. 1 മാസം കഴിഞ്ഞിട്ട് ഈ സഹോദരൻ കണ്ടു സഹോദരിയെ. ഇപ്പോൾ എങ്ങനെയുണ്ട്, ഉപേക്ഷിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ഇല്ല. എന്താ കാരണം? ആ പ്രവൃത്തി ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആ സ്നേഹത്തിന്റെ ആദ്യത്തെ പടികൾ മടങ്ങി വന്നു. ലവ് ഈസ് ആൻ എമോഷൻ, ഇറ്റ് ഹാസ് കം ബാക്ക്. നമ്മള് പ്രായോഗികമായി ഇത് നമ്മളെ പഠിപ്പിക്കുന്ന പല പാഠങ്ങളുണ്ട്. ഞാൻ ആ ഭാഗങ്ങളുടെ എല്ലാ ഇടത്തിലേക്കും പോകുന്നില്ല. എന്നാൽ നമ്മൾ പഠിക്കുന്ന യാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിച്ചു നോക്കുക. ദൈവപുത്രന്റെ ആന്തരികമായ സൗന്ദര്യം നമ്മളിവിടെ കാണും. വേറെ ഒരു വിധത്തിലും നമുക്കത് കാണാനോ അത് ആസ്വദിക്കാനോ കഴിയാത്ത വിധത്തിലുള്ള ഒരു സൗന്ദര്യമാണ് കർത്താവിൻ്റെ ഉള്ളിൽ നമ്മൾ കണ്ടതെന്നുള്ളത് ഓർക്കുക. യേശുക്രിസ്തുവിന്റെ ഉള്ളിൽ നമ്മൾ കാണുന്ന ആ സമർപ്പണം, സ്നേഹം. സഹോദരന്മാരെ, വേറെ ഏത് വിധത്തിൽ കാണാം? ആ യാഗമൃഗത്തിന്റെ ഉള്ളിലെ കൊഴുപ്പ് കാണാൻ കഴിയില്ല നഗ്നനേത്രങ്ങൾ കൊണ്ട്. അവന്റെ പ്രവൃത്തിയിലൂടെ അത് കാണാം, ആ മൃഗത്തിന്റെ. അതുപോലെ നമ്മുടെ ഉള്ളിലുള്ള ആ കൊഴുപ്പ് നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ആ കൊഴുപ്പുകൾ എല്ലാം എടുക്കണം. അകത്തുള്ള റിച്ചസ്റ്റ് പാർട്ട് മുഴുവൻ എടുത്തിട്ട് എനിക്ക് സൗരഭ്യമായി യാഗപീഠത്തിൽ ദഹിപ്പിക്കണം. പിതാവ് ആസ്വദിച്ചു പുത്രന്റെ ജീവിതം. പിതാവ് ആസ്വദിച്ചു, പിതാവ് മണത്തു അത്. എൻ്റെ സഹോദരന്മാരെ, ഒരു വാക്യം കൂടെ ഞാൻ പറഞ്ഞോട്ടെ. യെശയ്യാപ്രവചനം നമ്മൾ എപ്പോഴും ധ്യാനിക്കുന്നതാണ്, എന്നാൽ അതുകൂടെ നമുക്കൊന്ന് ധ്യാനിച്ചിട്ട് പോകാം. യെശയ്യാ 53 10 വാക്യം നോക്കാട്ടെ. അവന്റെ അകത്തെ ഭാഗമെടുത്ത് പറയുന്നു. 53 10 വാക്യം. എന്നാൽ അവനെ തകർത്ത് കളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവനവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യാഗമായി തീർന്നിട്ട് ഹിസ് സോൾ an offering of sin. ദൈവപുത്രന്റെ ആന്തരികമായ ആ സോള് തിരികെ നോക്കുക. പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ, ശാരീരികവും മാനസികവുമായതെല്ലാം പിതാവിനവൻ കൊടുത്തതിൻ്റെ മനോഹരമായ ചിത്രമാണ് നമ്മൾ ഇവിടെ വായിക്കുന്നത്. എന്നാൽ ഒരു കാര്യം കൂടെ ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ദൈവം കൽപ്പിച്ചാക്കി. 5 വാക്യം നോക്കട്ടെ. 3 അധ്യായത്തിന്റെ 5 വാക്യം നമ്മളെ ഒരുപാട് ഇത് പഠിപ്പിക്കുന്നു. എന്താ പറയുന്നത്? അഹരോന്റെ പുത്രന്മാർ യാഗപീഠത്തിന്മേൽ തീയുടെ മേലുള്ള വിറകിന്മേൽ ഹോമയാഗത്തിന്മേൽ ദഹിപ്പിക്കണം. ഈ കൊഴുപ്പുകൾ, സമാധാനയാഗത്തിന്റെ കൊഴുപ്പുകൾ തന്നെ യാഗപീഠത്തിങ്കിൽ ദഹിപ്പിക്കത്തില്ല. പിന്നെ എവിടെ ദഹിപ്പിക്കുന്നേ? ഒരു പക്ഷേ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നിരന്തര ഹോമയാഗമാണ്. എന്നും രാവിലെയും വൈകിട്ടും ഹോമയാഗം അർപ്പിക്കണം. 1 വയസ്സ് പ്രായമുള്ള ഒരു കുഞ്ഞാടിനെ രാവിലെയും വൈകിട്ടും അർപ്പിക്കാൻ ദൈവം കൽപ്പിച്ചു. 365 ദിവസം അത് യാഗപീഠത്തിങ്കിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അതിന് പേര് കൊടുത്തു നിരന്തര ഹോമയാഗം, കണ്ടിന്യൂവൽ ബേൺ ഓഫറിംഗ്. അപ്പൊ യാഗപീഠത്തിങ്കിൽ രാവിലെയും വൈകിട്ടും എപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്നു ഈ ഹോമയാഗം. ആ ഹോമയാഗത്തിന്റെ മുകളിലാണ് ഈ സമാധാനയാഗത്തിന്റെ കൊഴുപ്പുകൾ അർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞത്. കൊഴുപ്പുകൾ അർപ്പിക്കാനായിട്ട് ദൈവം പറഞ്ഞത്. ഇവിടെ നമുക്ക് വലിയൊരു പാഠം തരുന്നുണ്ട്. നമ്മുടെ സമാധാനത്തിനായി നമുക്ക് വേണ്ടി അവൻ ക്രൂശിൽ മരിക്കുമ്പോൾ ഹോമയാഗം അവന്റെ സമ്പൂർണ്ണ അനുസരണം. പിതാവിനോട് നമ്മൾ ഓർത്തതുപോലെ മരണത്തോളം, ക്രൂശിലെ മരണത്തോളം
അനുസരണമുള്ളവനായി തീരുകയാണ്. ദൈവത്തിന്റെ ഹിതം അവൻ മനസ്സിലാക്കി. നാം എബ്രായലേഖനത്തിൽ വായിക്കുന്നു, ആ ഇഷ്ടത്താൽ യേശുക്രിസ്തു കഴിച്ച ശരീരയാഗത്താൽ, ആ ഇഷ്ടത്താൽ അവനൊരു ശരീരം ഒരുക്കിയത് ഈ വിധത്തിൽ നമ്മളെ വീണ്ടെടുക്കാനാണ്. ആ വീണ്ടെടുപ്പിന് വേണ്ടി അവൻ സമ്പൂർണമായി അവനെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ അതിനോട് അനുബന്ധിച്ച് അവന്റെ ആന്തരികമായ ആ കൊഴുപ്പുകൾ വരച്ചു കാണിക്കുന്ന വസ്തുതകളെല്ലാം ഒന്നിച്ചർപ്പിക്കാനായിട്ട് കൽപ്പിച്ചു. ഒരു ഭാഗം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതുകൂടെ അർപ്പിക്കണമെന്ന്. 9-ാം വാക്യം നോക്കിയാട്ടെ, ബാക്കി നമുക്ക് പിന്നെ നോക്കാം. 9-ാം വാക്യം, അവൻ സമാധാനയാഗത്തിൽ നിന്ന് അതിൻ്റെ മേധസ്സും തടിച്ച വാൽ മുഴുവനും അത് തണ്ടല്ലിങ്കൽ നിന്ന് പറിച്ചു കളയണം. കുടൽ പൊതിഞ്ഞിരിക്കുന്ന മേധസ്സും കുടൽമേലുള്ള സകല മേധസ്സും മൂത്രപിണ്ഡം രണ്ടും അവയുടെ മേൽ കടിപ്രദേശത്തുള്ള മേധസ്സും മൂത്രപിണ്ഡത്തോടുകൂടെ കരൽമേലുള്ള വപയും നീക്കി യഹോവയ്ക്ക് ദഹനയാഗമായി അർപ്പിക്കണം. പുരോഹിതന്റെ യാഗപീഠത്തെങ്കിൽ ദഹിപ്പിക്കണം, അത് യഹോവയ്ക്ക് ദഹനയാഗ ഭോജനം. ഇവിടെ നോക്കുക, തടിച്ച വാൽ മുഴുവൻ, the rump or trail, it shall be taken hard off by the backbone. ഒരു മൃഗത്തിന്റെ ആ പുറത്തുള്ള നട്ടലിന്റെ ഏതാണ്ട് താഴെ വരുന്നു ആ തടിച്ച വാല് മുഴുവൻ. ഒരു ആടിന്റെ എടുത്താൽ ഇതിനെക്കുറിച്ച് പറയുന്നത്, ആ ഭാഗം എടുത്തു നോക്കിയാൽ that is one of the richest part. അതായത് മജ്ജയ്ക്കും മേധസ്സിനും, മജ്ജയ്ക്കും അതായത് മാരോ ആൻഡ് ഫാറ്റ്, മജ്ജയ്ക്കും മേധസ്സിനും മധ്യത്തിലുള്ള ഒരു വസ്തുവാണ്. ബട്ട് ഇറ്റ് ഈസ് സ്റ്റിൽ ദ റിച്ചസ്റ്റ് പാർട്ട് ഫോർ ദ ഓൾട്ടർ. യാഗപീഠത്തിന് കൊടുക്കുവാനുള്ള റിച്ചസ്റ്റ് പാർട്ടാണ് അത് എന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. അതായത് ആ സോളിന്റെ ഡിലൈറ്റിനെയാണ്. നമുക്ക് യെശയ്യാവ് 55 ഒന്ന് എടുക്കാം. യെശയ്യാ പ്രവചനം 55. നമ്മുടെ കർത്താവിന്റെ മഹത്വം നമ്മൾ കുറേശ്ശെ മനസ്സിലാക്കുകയാണ്. ഓടിച്ചു പോയാൽ നമുക്കിത് ആ വിധത്തിൽ ആസ്വദിക്കാനോ മനസ്സിലാക്കുവാനോ കഴിയില്ല. യെശയ്യാ പ്രവചനം 55-ന്റെ 2-ാം വാക്യം, അപ്പമല്ലാത്തതിന് ദ്രവ്യവും തൃപ്തി വരുത്താത്തതിന് നിങ്ങളുടെ പ്രയത്നഫലവും ചെലവിടുന്നത് എന്തിന്? എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിച്ചാൽ പൃഷ്ഠഭോജനം കഴിച്ച് മേധിച്ചുകൊള്ളുവീൻ. പൃഷ്ഠഭോജനം കഴിച്ച് മേധിച്ചുകൊള്ളുവീൻ. എൻ്റെ വചനം നിങ്ങൾ ധ്യാനിച്ച്, ആ വാക്ക് നോക്കട്ടെ, എൻ്റെ വാക്ക് ശ്രദ്ധിച്ച് കേട്ട് നന്മ അനുഭവിപ്പീൻ. എന്നിട്ട് എടുത്തു പറയുക, പുഷ്ഠഭോജനം കഴിച്ച് മേധിച്ചുകൊള്ളുവീൻ. ഇംഗ്ലീഷിൽ വായിച്ചാൽ eat ye that which is good and let your soul delight in itself in fatness. ആ വാക്കുണ്ടോ? ഞാൻ ഇംഗ്ലീഷ് ബൈബിളിൽ ഒന്ന് എടുത്തോട്ടെ, ഒന്ന് വായിക്കാം. 55-ന്റെ 2-ാം വാക്യത്തിൽ, why do you spend money for what is not bread and your wages for what does not satisfy? നിങ്ങളെ തൃപ്തിപ്പെടാത്തതിനു വേണ്ടിയൊക്കെ എന്തിനാണ് നിങ്ങളുടെ പണം, നിങ്ങളുടെ പ്രയത്നങ്ങൾ നിങ്ങൾ കൊടുക്കുന്നത്? ലിസൺ കെയർഫുള്ളി ടു മീ ആൻഡ് ഈറ്റ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് ലെറ്റ് യുവർ സോൾ ഡിലൈറ്റ് ഇറ്റ് സെൽഫ് ഇൻ അബണ്ടൻസ്. സോൾ ഡിലൈറ്റ് ഇൻ അബണ്ടൻസ്. ചില സ്ഥലത്ത് ഭാഷാന്തരം ചെയ്തിരിക്കുന്നത്, ചില ഭാഷാന്തരത്തിൽ ഈറ്റ് ye that which is good and let your soul delight itself in fatness. അതായത് ഈ മേധസ്സിൽ നിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. മേധസ് എന്ന് പറഞ്ഞ എന്താ? ദൈവം പറഞ്ഞ വചനം, ദൈവം കൽപ്പിച്ച വചനം. യെസ്, സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞേ? അതുകൊണ്ട് വായിക്കാം. 63-ാം സങ്കീർത്തനം എടുത്താട്ടെ. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞത്? 63-ാം സങ്കീർത്തനം. എന്റെ സഹോദരന്മാരെ, ഇത് ആസ്വദിക്കുന്നവർ, ഇത് അനുഭവിക്കുന്നവരുണ്ട്, ധാരാളം പേരുണ്ട്. 63-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം നോക്കി. 63-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, എൻ്റെ കിടക്കയിൽ നിന്നെ ഓർക്കുകയും ഞാൻ രാത്രിയാമങ്ങളിൽ നിന്നെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ എൻ്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി വരുന്നു. ആ വാക്ക് കണ്ടോ? എൻ്റെ കിടക്കയിൽ രാത്രിയാമങ്ങളിൽ ഞാൻ നിന്നെ ധ്യാനിക്കുമ്പോൾ മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി. ദൈവം എന്താ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞത്?
Eat ye that which is good and let your soul delight in itself in fatness. ആ കൊഴുപ്പിൽ നിന്റെ ആത്മാവ് സന്തോഷിക്കട്ടെ. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, ദാവീദ് പറയുകയാണ്, രാത്രിയാമങ്ങളിൽ ദൈവത്തെ ധ്യാനിക്കുമ്പോൾ, അവനെക്കുറിച്ച് ഓർക്കുമ്പോൾ, ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാണൻ, മൈ സോൾ, മജ്ജയും മേധസ്സും കൊണ്ടെന്ന പോലെ തൃപ്തി കൊള്ളുകയാണ്. യെസ്, നമ്മൾ എത്ര മനോഹരമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കട്ടെ. എത്ര മനോഹരമായി നമ്മൾ, ദൈവം പറയുന്നുണ്ട്, നിങ്ങളുടെ പ്രയത്നങ്ങളൊക്കെ വെറുതെ കളയണ്ട, എൻ്റെ വാക്ക് കേൾക്കുക, അത് ധ്യാനിക്കുക. ധന്യമായൊരു ജീവിതം, ധന്യമായൊരു ജീവിതം. ഓ, എത്ര സത്യമാണ്. അവിടെ അതിൻ്റെ 11-ാം വാക്യത്തിൽ പറഞ്ഞ ഒരു കാര്യം കൂടെ എടുത്ത് ഞാനൊന്ന് പറഞ്ഞിട്ട് നിർത്താം. ലേവ്യ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യം. ഇതിന് പറഞ്ഞ് യാഗപീഠത്തിൽ കൊടുക്കുന്നതിന് പുരോഹിതൻ അത് യാഗപീഠത്തിന്മേൽ ദഹിപ്പിക്കണം. അത് യഹോവയുടെ ദഹനയാഗഭോജനം. അത് യഹോവയുടെ ദഹനയാഗഭോജനം. It is a food of the offering made by fire into the Lord. It is a food. അത് ഫുഡാണ് ദൈവത്തിൻ്റെത്, ദൈവത്തിൻ്റെ ആഹാരമാണ്. സങ്കീർത്തനക്കാരൻ എന്താ പറഞ്ഞ്, രാത്രിയാമങ്ങളിൽ ഞാൻ ധ്യാനിക്കുമ്പോൾ എൻ്റെ പ്രാണൻ മജ്ജയും മേധസ്സും കൊണ്ട് തൃപ്തി വരികയാണ്. നിങ്ങൾ എന്തിന് നിങ്ങളുടെ പ്രയത്നവും നിങ്ങളുടെ പണമൊക്കെ മറ്റതിന് ചെലവഴിക്കുന്നു? എൻ്റെ വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവം പറഞ്ഞു, eat that which is good and let your soul delight in itself. പ്രിയപ്പെട്ട സഹോദരന്മാരെ, എത്ര സത്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമക്കൾ, ദൈവദാസന്മാർ, നമ്മൾ കർത്താവിനെ ധ്യാനിക്കുകയും പഠിക്കുകയും ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ പ്രാണൻ അനുഭവിക്കുന്ന സംതൃപ്തി, അതാണ് ദൈവം നമുക്ക് തരുന്ന ഏറ്റവും വലിയ മജ്ജയും മേധസ്സും എന്ന് പറയുന്ന the richest part. ഇതാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ഇത് ലോക മനുഷ്യൻ അറിഞ്ഞുകൂടാ, മറ്റുള്ളവർക്ക് ഇത് ലഭ്യമല്ല. പിതാവ് എന്താസ്വദിച്ചോ അവൻ്റെ ഭോജനമെന്ന് പറഞ്ഞ വസ്തുത ഞാനും നിങ്ങളും അനുഭവിക്കുകയാണ് ഈ ഭൂമിയിൽ. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ആ കൊഴുപ്പുകൾ ദൈവത്തിൻ്റെ മുമ്പിൽ അർപ്പിച്ചു അവൻ. ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മുമ്പിൽ ജീവിക്കുമ്പോൾ അവനെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ട് ജീവിപ്പാൻ ദൈവം നമ്മളെ അനുവദിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കും.